ഹലോ കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരെയും ഓണാഘോഷമെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലേ? എന്നാലും ചിലയിടങ്ങളിലെല്ലാം ഇപ്പോഴും ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെന്തായാലും ആഘോഷം കഴിഞ്ഞിട്ട് ഇതാ തിരിച്ചു പോവുകയാണേ. ഇനി നാട്ടിലെത്തിയിട്ട് വീഡിയോ ഉണ്ടാവുമല്ലോ എന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ പിള്ളേർ കളിക്കുന്ന കാണുമ്പോൾ വെറുതെ എടുത്തു വന്നിട്ട് അവർ കലാശക്കൊട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3-4 ദിവസത്തെ കളീൻ്റെ ഇന്ന് നമ്മൾ പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റേരം മുതൽ ഇവർ മുറ്റത്ത് തന്നെയാണ് കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടി മാത്രം ഒന്ന് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അവർക്കാണെങ്കിൽ കളിച്ച് മതിയാവുന്നില്ല, അത്രയൊക്കെ കളിയാണ്. അവർ രാത്രി പോലും അവരകത്ത് കയറേണ്ട കളിയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര കളിയിലാണ്. നമ്മളിനിയിപ്പോൾ കുറച്ച് കഴിയുമ്പം റെഡിയായി പോവും. നമുക്ക് താഴെ അമ്മാവൻ്റെ വീട്ടിൽ പോകാനുണ്ട്. പിന്നെ അവിടുന്ന് പിന്നെ നേരെ നമ്മൾ കായംകുളത്തേക്ക് പോകും. അങ്ങനെ എല്ലാവരും അവിടെ കളിക്കുന്ന തിരക്കിലാണ്. പക്ഷെ നമ്മൾ ദേവൂട്ടി മാത്രം ഇതാ വേറൊരു പരിപാടിയിലാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരുന്നിട്ട് കല്ല് പൊറുക്കുവാണ്. കല്ല് എന്ന് പറഞ്ഞാൽ ഈ വെള്ളാരം കല്ല് പോലെയുള്ള കല്ലുകളില്ലേ, അത് പൊറുക്കിയിട്ടൊരു പാക്കറ്റിലിട്ടിട്ട് ദേവു നമ്മളെ കണ്ണൂരേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഒക്കെ കണ്ടൊരു കൗതുകം തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ പിള്ളേരെ കളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെന്തായാലും ഇറങ്ങാൻ നോക്കുവാണ്. അമ്മയും അമ്മമ്മയും കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്ക് കുറച്ച് വീടുകളിലെല്ലാം കയറി കുറച്ച് ആൾക്കാരെല്ലാം കണ്ടിട്ട് വേണേനു പോവാൻ. അങ്ങനെ ഇതാ നമ്മൾ റെഡിയായി. ഞാൻ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പോണതിനൊരു 1 മണിക്കൂർ മുന്നേ കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർ. അവരെല്ലാവരും കൂടെ ഒരു ടീമായിട്ട് ഭയങ്കര കളിയും കാര്യങ്ങളും 3-4 ദിവസമേ ഉണ്ടായിട്ടില്ലെങ്കിലും അവർ ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. അപ്പം മാമൻ്റെ മക്കൾക്കായാലും ആരും കളിക്കാനൊന്നുമില്ലല്ലോ. 3-4 ദിവസം ഇവരെ കിട്ടിയതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അവരായാലും പോണ്ടേച്ചി എന്നും പറഞ്ഞിട്ട് അവർ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ നമുക്കായാലും അങ്ങനെ നിൽക്കുന്നതിനും ഒരു പരിധി ഉണ്ടല്ലോ. എല്ലാവർക്കും ജോലിക്കെല്ലാം പോകേണ്ടതാണ്. അതുകൊണ്ട് ഒരുപാട് ദിവസമൊന്നും നിൽക്കാൻ പറ്റൂല. അപ്പോൾ ഇനിയിപ്പം ഡിസംബറിലെ വെക്കേഷന് വരാമെന്നെല്ലാം പറഞ്ഞിട്ട് അവരെ സമാധാനപ്പെടുത്തിയിട്ട് നമ്മളെന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മാമിയെല്ലാം രാവിലെ ജോലിക്ക് പോയിട്ടുണ്ടായിനി. പിന്നെ മാമൻ ആടെ ഉണ്ടായിനി. അവരൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വേറെന്താ, അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുമെന്ന്. അടുത്ത് തന്നെയാണ്. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഏട്ടൻ, ഞാൻ പറഞ്ഞില്ല എനിക്ക് വൈഫൈ തന്നെ ഹെൽപ്പ് ചെയ്ത ഏട്ടൻ നമ്മളെ കാറിൽ കൊണ്ടുവിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇതാ ഈ കാണുന്ന വീട്ടിലേക്കാണ്. പക്ഷെ നമ്മളവിടെ ഇറങ്ങിയിട്ടില്ല. നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിൽ ഒരു പള്ളിയുണ്ട്, മരുതിമൂട് പള്ളി എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ പള്ളിയിലേക്ക് പോവാണ്. അത്യാവശ്യം ഫേമസ് ആയ ഒരു പള്ളി തന്നെയാണ് ഈ മരുതിമൂട് പള്ളി എന്ന് പറയുന്നത്. ഞാനിപ്പം ഒരുപാട് വർഷമായി അവിടെ പോയിട്ട്. മുമ്പെല്ലാം അമ്മേരെ വീട്ടിൽ എപ്പോഴും എല്ലാ വെക്കേഷനും 2 മാസം പൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അമ്മേൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. നമ്മളെ അമ്മയോ അമ്മ തന്നെ ആയിരിക്കും മിക്കവാറും. അമ്മയും അച്ഛനും കൂടെ കൊണ്ടാക്കും. എന്നിട്ട് ആകുമ്പം വെക്കേഷനെല്ലാം കഴിഞ്ഞ് സ്കൂൾ തുറക്കാനാവുമ്പം അച്ഛനോ അല്ലെങ്കിൽ അമ്മമ്മയോ നമ്മളെ തിരിച്ച് പയ്യന്നൂരേക്കും കൊണ്ടുവിടും. അങ്ങനെയാണ് പണ്ടെല്ലാം ഉണ്ടായത്. ഇപ്പം കല്യാണമെല്ലാം കഴിഞ്ഞ് പിന്നെയാണ് നമ്മൾ പോക്കെല്ലാം കുറഞ്ഞത്. അപ്പോൾ പണ്ട് അങ്ങനെ പോയി നിൽക്കുന്ന സമയത്തെല്ലാം ഇങ്ങനെ പള്ളിയിൽ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അമ്മമ്മേൻ്റെ കൂടെയെല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഏച്ചി പറഞ്ഞു നമുക്ക് എന്നാൽ പിന്നെ പള്ളിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നമ്മളിതാ പള്ളിയിൽ ഇറങ്ങി. അവിടുന്ന് മെഴുകുതിരിയെല്ലാം എടുത്ത് എന്തായാലും വന്നതല്ലേ മെഴുകുതിരിയെല്ലാം കത്തിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ആ ഏട്ടൻ പറഞ്ഞു തന്നത് വ്യാഴം വെള്ളി ശനിയാന്ന് തോന്നുന്നു. ആ 3 ദിവസങ്ങളിലാണ് ഇവിടെ കൂടുതലും ഭയങ്കര തിരക്കുണ്ടാവുക. അന്നെന്തോ പ്രധാനപ്പെട്ട ദിവസമാണെന്നാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ അമ്പലങ്ങളിലെല്ലാം ചില അമ്പലങ്ങളിലെല്ലാം ഉണ്ടാവില്ലേ ഇന്ന ദിവസങ്ങളിലാണ് അവിടെ പ്രധാനം എന്ന് പറഞ്ഞിട്ട്, അതേപോലെ പള്ളിയിലും ഉണ്ട് എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ പിന്നെ നമ്മളെന്തായാലും കയറി പ്രാർത്ഥിച്ചു. പിന്നെ മെഴുകുതിരിയെല്ലാം കത്തിച്ചു. അപ്പോൾ അവിടെ ഒരു ഏച്ചി ഇങ്ങനെ താഴെ ഒരുപാട് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരണേ നടന്ന് വരുമ്പോൾ. അപ്പോൾ ഒരു ഏച്ചി താഴെ നിന്ന് മുട്ട് കുത്തിയിട്ട് ആ സ്റ്റെപ്പ് ഫുള്ള് കയറി മുകളിലേക്ക് വന്നിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ നിന്ന് പറയുന്ന കേട്ടത് അവരാഗ്രഹിച്ച കാര്യം നടന്നു കഴിഞ്ഞിട്ട് അതുകൊണ്ട് അവരങ്ങനെ മുട്ടുകുത്തി കയറിയതാണെന്നല്ല പറയുന്ന കേട്ടെ. അപ്പം നമ്മളും നമ്മളെ ആഗ്രഹങ്ങളെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. നടക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളും പിള്ളേരും എല്ലാവരും മാറി മാറി മെഴുകുതിരിയെല്ലാം കത്തിച്ചു. പിന്നെ ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. പ്രതിയേട്ടൻ വന്നിട്ടില്ല കേട്ടോ. ദേവു ഉറങ്ങുന്നതുകൊണ്ട് തന്നെ പ്രതിയേട്ടൻ വണ്ടിയിൽ തന്നെ ഇരിക്കുക ചെയ്തത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ മെഴുകുതിരിയെല്ലാം കത്തിച്ച് ഇതാടെ അടിപൊളി പൂക്കളെല്ലാം ഇട്ടിട്ടുണ്ടായിന് തലേ ദിവസമല്ല ഓണത്തിൻ്റെ അന്ന് പൂക്കളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആളുകൾ അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ഇങ്ങനെ പുറത്തേക്കെല്ലാം ഇറങ്ങി. അപ്പം ഞാൻ അവിടെ ചുറ്റി നടന്ന് വീഡിയോസെല്ലാം എടുത്ത് തന്നിട്ട് ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നു എന്നാണ് തോന്നുന്നു. ഞാൻ ഒരുപാട് വർഷം എൻ്റെ കുഞ്ഞിലെങ്ങാനും ഞാൻ പോയതേ ഉള്ളൂ. എനിക്ക് കുറച്ച് ഓർമ്മയായാലും പിന്നെ ഞാൻ അങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഏച്ചി കുറേ നാൾ പിന്നെ അമ്മേൻ്റെ വീട്ടിൽ നിന്നതുകൊണ്ട് ഏച്ചി പോലുണ്ടായിന്.
അങ്ങനെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതവിടെ ഊഞ്ഞാലെല്ലാം ഉണ്ടായിനെ. ഇവർക്ക് പിന്നെ എവിടെ പോയാലും ഊഞ്ഞാൽ കിട്ടും. അങ്ങനെ അവർ കുറച്ച് സമയം ഊഞ്ഞാലെല്ലാം ആടി. പിന്നെ നേരെ നമ്മൾ തിരിച്ചിതാ അമ്മാവൻ്റെ വീട് എന്ന് പറഞ്ഞില്ലേ, അടുത്തേക്ക് വന്നു. റോഡ് സൈഡിൽ തന്നെയാണ് വീട്. അപ്പം നമ്മളെ ബാഗും കാര്യങ്ങളും എല്ലാം നമ്മൾ താഴോട്ട് ഇറക്കി വെക്കുവാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വല്യമ്മേൻ്റെ വീട്ടിലേക്ക് പോകാൻ. അത് കായംകുളത്താണ്. അവിടെ നിന്നാകുമ്പോൾ നമുക്ക് പോകാനും എളുപ്പമാണ്. അപ്പോൾ ഇതാ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ, ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ചിപ്സാണ് ആദ്യം കിട്ടുക. ഉപ്പേരി, ഓണം സ്പെഷ്യൽ ഉപ്പേരി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അതെല്ലാം കഴിച്ചു. ഉപ്പേരിയും ശർക്കര വരട്ടിയും കിട്ടിയിട്ടുണ്ട് അതിനെ. അങ്ങനെ അതെല്ലാം കഴിച്ചു. പിന്നെ കുറേ ഫോട്ടോസെല്ലാം എടുത്തു. ഇതാ പിള്ളേരിരിക്കുന്ന ഫോട്ടോ എടുത്തു. പിന്നെ എൻ്റെയും ഹൃദയൻ്റെയും ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടായിനെ. എനിക്ക് ഇൻസ്റ്റയിൽ ഒരു ഗിവ് അവേയിൽ ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ ഫ്രീ ആയിട്ട് അവരൊരു ഒരു ഫോട്ടോ മറ്റേ റെസിൻ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അതിന് വേണ്ടിയിട്ട് ഫോട്ടോസെല്ലാം എടുത്തു. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഫുഡ് റെഡിയായി എന്നും പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ പിള്ളേർക്കെല്ലാം താഴെ ഇലയിട്ടിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലോ. എല്ലാവരും വൈറ്റ്, അപ്പൂട്ടിന് മാത്രം വൈറ്റ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് മാമനും മാമിയും പിന്നെ അമ്മേൻ്റെ അമ്മായിയും അമ്മാവനും എല്ലാമാണ്. പിന്നെ ഇതാണ് അമ്മേൻ്റെ അമ്മാവൻ അമ്മായി, പിന്നെ മാമൻ മാമി, മക്കളെല്ലാം പുറത്താണ് അവരത്. പിന്നെ ഇനിയിപ്പം ഒരു മാമനും പിന്നെ മാമിയും മോളും കൂടി ഉണ്ട്. അവർ സ്ഥലത്ത് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അവരെ കാണാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ പ്രതിയേട്ടനെയും അമ്മമ്മേനെയും അമ്മേനെയും എല്ലാം നമ്മൾ ഇരുത്തിയിട്ടുണ്ട്. ചോറിന് ഒരുപാട് കറികളുണ്ടായിരുന്നു കേട്ടോ. സാധാരണ എന്ന് പറഞ്ഞാൽ ആടെ സദ്യയിലെ കറികളെല്ലാം ഞാൻ ഓണത്തിന് കാണിച്ചു തന്നിട്ടുണ്ടായിട്ടില്ലേ. പിന്നെ പരിപ്പ്, സാമ്പാർ, മോര്, അച്ചാർ, പച്ചടി, പിന്നെ വറവ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് മീൻ കറിയും മീൻ പൊരിച്ചതും പിന്നെ ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പ്രതിയായിട്ട് നമ്മളെ കൊല്ലത്തെ കറികളൊന്നും അങ്ങനെ കാര്യമായിട്ട് പിടിക്കലില്ല. ചില ഐറ്റംസ് മാത്രമേ ഇഷ്ടമുള്ളൂ. അവിയലും വറവും അങ്ങനത്തെ എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഈ പരിപ്പ്, സാമ്പാർ, ഇഞ്ചിക്കറി അതൊന്നും പ്രതിയാടിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിയാടിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി മീൻ കറിയും മീൻ ഫ്രൈയും ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിന്. പിന്നെ നല്ല അടിപൊളി പായസവും ഉണ്ടായിന്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിച്ച് വയറെല്ലാം നിറഞ്ഞ് ഒരു 5 മിനിറ്റ് ആടെ ഇരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാനും ചേച്ചിയും കൂടി തൊട്ടടുത്ത കടയിലേക്ക് പോവാണ്. അപ്പോൾ ഇത് നമ്മളെ ഇപ്പോൾ കണ്ട വീടില്ലേ, അവരെ തന്നെയാണ് കേട്ടോ. വീട്ടിലെ ഊണെന്നും പറഞ്ഞിട്ട് അവർ ഇങ്ങനെ ഒരു ചെറിയൊരു ഹോട്ടൽ നടത്തുന്നുണ്ട്. അപ്പോൾ അവരെ ഹോട്ടലാണത്. റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ, മെയിൻ റോഡിൽ തന്നെയാണ്. ഒരുപാട് വണ്ടിക്കാരും കാര്യങ്ങളെല്ലാം അവിടെ നിർത്തിയപ്പോൾ ഫുഡ് കഴിക്കുന്നതാണ്. അങ്ങനെ ഞാനും ചേച്ചി നേരെ റോഡ് കടന്നിട്ട് പീടികയിലേക്ക് പോകുന്നതാണ്. എന്ത് വാങ്ങാനാന്ന് വെച്ചാൽ നമുക്ക് ആടെ മാത്രം കിട്ടുന്ന 1-2 സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബേക്കറി ഐറ്റംസ്, പിന്നെ കുഴലപ്പം, അതുപോലെ എന്താണ് പക്കാവട, മിക്സർ എന്നെല്ലാം പറഞ്ഞിട്ട് താലോലം എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടായത്. ഈ ചില്ലിൻ്റെ കൂടിൻ്റെ ഉള്ളിൽ കണ്ട ഈ സംഭവങ്ങളാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കല്ല, ഏച്ചിക്കും പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സാധനം ആടെ നിന്ന് മാത്രമേ കിട്ടുകയും ചെയ്യുള്ളൂ. അങ്ങനെ പിന്നെ നമ്മളെന്തായാലും ആടെ പോയിട്ട് അത് വാങ്ങി, നാട്ടിൽ പോയിട്ടാകുമ്പോൾ എല്ലാവർക്കും കൊടുക്കാമല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ട് അതെല്ലാം വാങ്ങി എല്ലാവരും പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മമ്മ എല്ലാവരോടെയും യാത്ര പറയലാണ്. അപ്പോൾ നമ്മൾ എല്ലാവരോടും യാത്രയെല്ലാം പറഞ്ഞിട്ട് ഒരു 2:30 ആകുമ്പോൾ നമ്മൾ റോഡിൽ വന്ന് നിന്നിട്ടുണ്ടാവും ബസ്സും കാത്തിട്ട്. പക്ഷെ ഒരു 3:30-4 മണി അങ്ങനെ ആവാനായിന് നമുക്ക് ബസ് കിട്ടുമ്പോൾ. ലാസ്റ്റ് നമ്മൾ സ്റ്റൂളെല്ലാം കൊണ്ടാടെ റോഡ് സൈഡിൽ വെച്ചിട്ട് അമ്മമ്മേനെല്ലാം അതിൽ ഇരുത്തിയിട്ടുണ്ടായിന്. അങ്ങനെ ലാസ്റ്റ് ബസ് കിട്ടി കായംകുളത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മാമൻ്റെ വീട്. അപ്പുറത്തും ഇപ്പുറത്തും 2 വീടുണ്ട്, 3 വീടുണ്ട്. 3 മാമന്മാരാണ്. അപ്പോൾ ഒരു മാമൻ ഇപ്പോൾ അവിടുന്ന് സ്ഥലം മാറിപ്പോയി. 3 വീടും തൊട്ടടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 മാമന്മാരേ ഉള്ളൂ. ബാക്കി ഒരു മാമൻ ഇപ്പോൾ വേറെ വീടെടുത്ത് പോയി. അങ്ങനെ നമ്മൾ ആടെ എത്തി. അപ്പോൾ ദേവൂട്ടി ഫസ്റ്റ് തന്നെ മീനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഒരുപാട് കുഞ്ഞു മീനുണ്ടായിന്. അപ്പോൾ എന്നാൽ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ മീനിനെല്ലാം കണ്ടു. പിന്നെ പിള്ളേർ കുറേ സമയം ഇങ്ങനെ കളിച്ചു. അവർക്ക് ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ടായിനെ. അപ്പോൾ കുറേ സമയം അവർ ഊഞ്ഞാലെല്ലാം ആടി. അപ്പോൾ ഇത് നമ്മുടെ കായംകുളം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം. അപ്പോൾ നമ്മളെപ്പോഴും പോകുമ്പം ഇവിടെ വന്നിട്ടാണ് പോവുക. അതാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ അടുത്താണല്ലോ. പിറ്റത്തെ ദിവസം രാവിലെ ഒരു 5:20 ട്രെയിൻ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം നമുക്ക് ഇവിടുന്നാകുമ്പം പിന്നെ ഇവിടെ ഏട്ടന്മാരുണ്ട്. അപ്പോൾ വണ്ടി എടുത്ത് അവർ കൊണ്ടുവിടും. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ എല്ലാവരും കൂടി ഊഞ്ഞാലെല്ലാം ആടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാകുമ്പം നല്ല അടിപൊളി കട്ടനും അതുപോലെ നമ്മളെ കപ്പ വറുത്തതും പിന്നെ ചിപ്സും പിന്നെ പറയണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ടാവും ഓണം സ്പെഷ്യൽ. അങ്ങനെ കപ്പ വറുത്തതും ചിപ്സും എല്ലാം കഴിച്ച് കട്ടൻ ചായ എല്ലാം കുടിച്ചു. എന്നിട്ടാകുമ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഫ്രഷായി നമ്മൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങുവാണ്. പുറത്തേക്ക് പറഞ്ഞാൽ വേറെ ഇടയില്ല, വീടിന് പുറത്തേക്ക്.
അങ്ങനെ പിന്നെ രാത്രിയായില്ലേ, എവിടെയും പോകാനൊന്നുമില്ല. അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും മാറി മാറി പോലെ തന്നെയാണ്. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് പിന്നെ ഇതാ പിള്ളേർ കുറേ സമയം ഇങ്ങനെ കളിക്കുന്നുണ്ടായിന്. അങ്ങനെ അതെല്ലാം വീഡിയോ എടുത്തു തന്നു. പിന്നെ അപ്പുറത്തെ വീട്ടിൽ പടക്കം പൊട്ടിക്കുന്നുണ്ടായിന് കേട്ടോ. ആടെയെല്ലാം അമ്മേൻ്റെ നാട്ടിലെല്ലാം എന്ന് പറഞ്ഞാൽ ഓണത്തിനാണ് പടക്കം പൊട്ടിക്കുക. നമ്മൾ എന്ന് പറഞ്ഞാൽ വിഷുവിനല്ലേ പടക്കം പൊട്ടിക്കൽ, ആടെയെല്ലാം ഓണത്തിനാണ് പടക്കം പൊട്ടിക്കുക. അതിൻ്റെ ഇടയിൽ ഇതാ ഹേച്ചി മാമൻ്റെ പീടിയെ പോയിട്ട് ചന്ദനമില്ലേ, നല്ല ചന്ദനത്തിൻ്റെ ഉണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മാമന് വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഇതേപോലെ പീടിയാണ്. അങ്ങനെ അവിടെ പോയിട്ട് ചേച്ചി ചന്ദനെല്ലാം എടുത്തിട്ട് അനുവിന് കൊടുത്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് അനു ആ ചന്ദനാണ് തൊടൽ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 3 വർഷമായി വന്നിട്ട് പോയിട്ട്, അപ്പോൾ അന്നേരം എടുത്ത ചന്ദനം തീരാനായി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് 2 ഉണ്ട ചന്ദനം കൂടി എടുത്തിട്ടുണ്ട്. വർത്തമാനം പറയുമ്പോൾ എന്തെല്ലാം ആയിപ്പോന്നല്ലേ. സാരമില്ല, എല്ലാവരും ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ പ്രതിയാട്ടിന് പിന്നെ ഫോണും വിളിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും അകത്തേക്ക് വന്നു. കുറേ സമയം ഫോണെല്ലാം നോക്കിയിരുന്നു. അവിടെ പിന്നെ വൈഫൈ ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടായില്ല കേട്ടോ, ഫോൺ നോക്കാൻ പറ്റുന്നുണ്ട്. അതിന് മാമൻ്റെ വീട്ടിലെല്ലാം പോയ സമയത്ത് തീരെ റേഞ്ച് ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തെ വീട്ടിലേട്ടൻ വൈഫൈ തന്ന് സഹായിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയതും പിന്നെ അതുപോലെ എല്ലാം വാട്സപ്പും കാര്യങ്ങളും എല്ലാം നോക്കാനെല്ലാം പറ്റിയത്. അങ്ങനെ പിന്നെ രാത്രി നമ്മൾ അടിപൊളി ഫുഡ്, ബീഫും മീൻകറിയും പിന്നെ പച്ചടി, അങ്ങനെ അടിപൊളി ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങി. പിന്നെ പൊലച്ചൊക്കെ എണീറ്റ് ഫ്രഷായിട്ട് നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഒരു 4:30 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ടിക്കറ്റെല്ലാം എടുക്കണ്ടേ, 5:20 ട്രെയിൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു 4:30 ആകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ അടുത്ത് തന്നെയാണ്, ഒരു 10 മിനിറ്റ് മാത്രം പോയത് സ്റ്റേഷനിലേക്ക്. നമ്മൾ വിചാരിച്ചു രാവിലെ ആയതുകൊണ്ട് തിരക്കുണ്ടാവുമായിരിക്കുമല്ലോ എന്ന്. പക്ഷേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്ക് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അന്നേരം തന്നെ നമുക്ക് മനസ്സിലായി അങ്ങോട്ട് പോകുമ്പോൾ കണക്ക് തന്നെയാണ്, ഭയങ്കര തിരക്കായിരിക്കുമെന്ന്. അങ്ങനെ പിന്നെ വേഗം ടിക്കറ്റെല്ലാം എടുത്തു. അപ്പോൾ ട്രെയിൻ ലേറ്റാണെന്ന് പറഞ്ഞു, 5:30 ആവും. കണ്ട ഭയങ്കര തിരക്കാണ്, ടിക്കറ്റ് എടുക്കുന്നിടത്ത് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ ടിക്കറ്റെല്ലാം എടുത്തിട്ട് ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ പോയി നിന്നു. അപ്പോൾ എല്ലാവരും വണ്ടിക്ക് വേണ്ടിയിട്ടില്ലേ വെയിറ്റിങ്ങിലാണ്. രാവിലെ ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഇവരിൽ ഓരോ കട്ടൻ കുടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അതും കുടിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ രാവിലെ പല്ലിയച്ചതുകൊണ്ട് തന്നെ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അന്നേരം ഒന്നും കിട്ടൂലല്ലോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ദേവൂട്ടിയാണെങ്കിൽ ഇത് സുന്ദരി ആയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് മുടിയെല്ലാം ചീകിയിട്ട് വന്നതാണ്, എന്നാലും ദേവൂട്ടി ഇതാ ഒന്നും കൂടെ ചെയ്യുകയാണ്. അങ്ങനെ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് തന്നെ ട്രെയിൻ വന്നു. പക്ഷെ നമുക്ക് കാല് കുത്താൻ സ്ഥലം ഉണ്ടായിട്ടില്ല കേട്ടോ. അത്രക്ക് തിരക്ക് എന്ന് പറഞ്ഞാൽ അത്രക്ക് തിരക്കായിരുന്നു. നമ്മൾ അങ്ങോട്ട് കൊല്ലത്തേക്ക് പോകുമ്പോൾ പിന്നെയും തിരക്ക് കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ അത്യാവശ്യം നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത് എന്ന് പറഞ്ഞാൽ ഞാനും പ്രതിയായിട്ടും കുറേ സമയം ഡോറിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിന്. ആടെ അങ്ങോട്ട് കടക്കാൻ തന്നെ നമ്മൾ ഒരുപാട് പണിപ്പെട്ടിട്ടുണ്ടായിന്. പിന്നെ ഏച്ചി ദേവൂട്ടീനെ എടുത്തുകൊണ്ട് ഏച്ചിക്ക് വേഗം ആരോ ഒരു ചെക്കൻ പിന്നെ കുട്ടീനെ കണ്ടതുകൊണ്ട് വേഗം എണീറ്റ് കൊടുത്തിട്ട് സീറ്റ് കൊടുത്തിട്ടുണ്ടായിനെ. പിന്നെ അമ്മമ്മക്ക് കിട്ടി. അങ്ങനെ എല്ലാവരും ഇരുത്തിയിട്ട് ലാസ്റ്റ് ഞാനും പ്രതിയാടിനും എറണാകുളം എത്തുമ്പോഴാണ് ഞാനും പ്രതിയാടിനും ഒന്ന് ഇരുന്നിട്ടുണ്ടായത്. പിന്നെ എന്തോ ഭാഗ്യത്തിന് എല്ലാവർക്കും കിട്ടിയ സീറ്റ് അടുത്തടുത്ത് തന്നെയായിരുന്നു, അതുകൊണ്ട് ഒരുമിച്ച് ഇരിക്കാൻ പറ്റി. പിന്നെ നമ്മൾ ഫുഡൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ വടയും പഴംപൊരി അങ്ങനെയെല്ലാം വാങ്ങി കഴിച്ചു. പിന്നെ കണ്ണൂർ എത്തിയാലും ഞാനും പ്രതിയാടിനും ദേവൂട്ടിയും കണ്ണൂർ ഇറങ്ങി. നേരെ ചുഴലിയിലേക്ക് പോകാൻ അതാണല്ലോ എളുപ്പം. അങ്ങനെ കണ്ണൂർ ഇറങ്ങിയിട്ടാണ് നമ്മൾ പോയത്. നന്ദൂട്ടി വരുന്നില്ല എന്നും പറഞ്ഞിട്ട് നന്ദൂട്ടി നേരെ പയ്യന്നൂരേക്കാണ് കേട്ടോ പോയത്. ഇന്ന് അതായത് ഞായറാഴ്ച ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസം നമ്മളെ അപ്പൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അതും കഴിഞ്ഞിട്ടേ നന്ദൂട്ടി വരുന്നില്ലോ എന്ന് പറഞ്ഞിട്ട് നന്ദൂട്ടി പയ്യന്നൂരേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ അപ്പൂട്ടിനെ ഒന്ന് വിഷ് ചെയ്യണേ, എല്ലാവരും ഒന്ന് ഹാപ്പി ബർത്ത്ഡേ പറയണം. അങ്ങനെ നമ്മളിതാ കണ്ണൂരെത്തി, ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി. നല്ല അടിപൊളി ബിരിയാണിയും കഴിച്ചിട്ടാണ് പോയത്. ഫുഡ് കഴിക്കുന്നത് വരെ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. അതിന് ശേഷം പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നു. പിന്നെ ഒരു 2 ദിവസം ഫുൾ റെസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ വീഡിയോ ലേറ്റ് ആയത്. നമ്മൾ ബുധനാഴ്ച തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ടായിന്. അപ്പോൾ ഇന്നെന്തായാലും ഞായറാഴ്ചയായി. അപ്പോൾ വീഡിയോ ലേറ്റ് ആയതിന് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ വെക്കേഷനെല്ലാം കഴിഞ്ഞ് നാളെ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. വീണ്ടും നമ്മളെ പഴയ ലൈഫ്, തിരക്ക്, കാര്യങ്ങൾ എല്ലാമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും